ചേട്ടൻ്റെ ആമാശയം റിമൂവ് ചെയ്ത ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഷെയർ ചെയ്താൽ മാത്രമേ ഈ ചേട്ടൻ്റെ അവസ്ഥ കൂടുതൽ പേരിലേക്ക് എത്തൂ. അതിലൂടെ മാത്രമേ ഈ ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റൂ. എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് മരുന്നിന് വേണ്ടിയും ചികിത്സയ്ക്ക് വേണ്ടിയാണ് തീർച്ചയായിട്ടും ഈ ചേട്ടൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൈകൾ നീട്ടുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാകണം. നമസ്കാരം. ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇന്നൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഷെയർ ചെയ്താൽ മാത്രമേ ഈ ചേട്ടൻ്റെ അവസ്ഥ കൂടുതൽ പേരിലേക്ക് എത്തൂ. അതിലൂടെ മാത്രമേ ഈ ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റൂ. ചേട്ടൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, ചേട്ടൻ 30-35 വർഷക്കാലമായിട്ട് ഭഗവാനെ സേവിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ, ക്യാൻസർ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് RCCയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമാശയം റിമൂവ് ചെയ്തു. ചെറിയൊരു ചുറ്റുപാടിലാണ്, ജീവിത ചുറ്റുപാടിലാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യമാണ്. അപ്പം ഞാൻ ഈ ചേട്ടൻ്റെ ട്രീറ്റ്മെൻറ്റ് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിലുകളൊക്കെ നോക്കി. ഇപ്പം നിലവിൽ RCCയുടെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഈ ചേട്ടൻ്റെ ട്രീറ്റ്മെൻറ്റ് മരുന്ന് വാങ്ങിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഒപ്പമുണ്ടെങ്കിൽ ഈ ചേട്ടനെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. വീഡിയോസിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പലരുടെയും വിഷയങ്ങളിൽ ഇടപെടാത്തത്. അത്രയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതുകൊണ്ട് മാത്രമാണ് ശരിക്കും ഈ ഒരു ചേട്ടൻ്റെ സാഹചര്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വീഡിയോ രൂപത്തിൽ എത്തിക്കുന്നത്. 36 കൊല്ലം കൊണ്ട് ഭാഗവത പാരായണം വീട് തോറും അതുപോലെ ക്ഷേത്രങ്ങൾ തോറും ഞാൻ കൊണ്ട് നടന്നു ഭഗവാനെയും സേവിച്ച് നടന്ന എനിക്ക് ഈ സമയത്ത് അച്ഛമ്മയ്ക്ക് അറ്റാക്ക് വന്നു, അച്ഛനും അറ്റാക്ക് വന്നു. ചേട്ടൻ്റെ ആമാശയം റിമൂവ് ചെയ്ത ആ ഒരു സിറ്റുവേഷനാണ്. ഇനിയിപ്പം തുടർ ചികിത്സയ്ക്ക് ചേട്ടൻ അത് അടച്ച് ഇനി തുടർ ചികിത്സയ്ക്ക് തീർച്ചയായിട്ടും സഹായം വേണം. എന്താ പറയണ്ട, മരുന്ന് വാങ്ങിക്കാൻ പോലും